ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഇപ്പോൾ ഞങ്ങൾ ടെസ്കോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കുറച്ച് ലാസ്റ്റ് മിനിറ്റ് ഐറ്റംസ് മിസ്സായിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ടെസ്കോയിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ. ബട്ട് ഓൾറെഡി ഞങ്ങൾ കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്രിസ്മസ് പ്രിപ്പറേഷനോട് അനുബന്ധമായിട്ട്. അപ്പോൾ ഞങ്ങൾ മുന്നേ ടെസ്കോ പോയി കുറേ സാധനം വാങ്ങിച്ചു. ഫ്രഷ് മീൻ കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് അത് വാങ്ങിച്ചു. അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഏഷ്യൻ കടയിൽ പോയി അവിടുന്ന് കുറേ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഷോർട്സ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ടെസ്കോയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ടെസ്കോ നടന്ന് എത്തുന്ന നേരം കൊണ്ട് നിങ്ങൾ പോയിട്ട് ഇതിന് മുന്നേ ഉള്ള ഷോർട്സൊക്കെ കണ്ടിട്ട് പോയോ. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഇപ്പോൾ ഒരു 4-4:30 ആകുമ്പോഴത്തേക്കും നല്ല ഇരുട്ടാവും കേട്ടോ. ഇത് ദേ ഒരു 5 മണി പരുവാണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിലൊരു 7 മണിയൊക്കെ ആയ പോലെ ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഫുള്ള് ഇരുട്ടായി, കൂരിരുട്ടായി. അപ്പോൾ എന്തായാലും നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ ഏഷ്യാലാൻഡിൽ വന്നിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഗോൾവേയിലുള്ളൊരു ഏഷ്യൻ ഷോപ്പാണ്. ഇതൊരു മലയാളിയാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ആവശ്യമുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റംസും ഈ കടയിലുണ്ടാവും. അപ്പോൾ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടാണ് വന്നത്. തിരിച്ചു വന്നൊരു ചായയൊക്കെ ഇട്ട് അവിടുന്ന് വാങ്ങിച്ചൊരു പഴംപൊരിയൊക്കെ കഴിച്ച് ഞങ്ങൾ സൂപ്പറായിട്ട് സെറ്റായി. അപ്പോൾ ഞങ്ങൾ ഏഷ്യൻ കടയിൽ പോയിട്ട് സാധനമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കടയിൽ കയറിയിട്ട് ഞാൻ പോയി ഷൂട്ട് ചെയ്യണ കാര്യം, പെട്ടെന്ന് സാധനം എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള തിരക്കിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്യണ കാര്യം വിട്ടുപോയി. എന്തായാലും ഞാൻ വിചാരിച്ചു കൊണ്ടുവന്നിട്ടുള്ള സാധനം എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഏഷ്യൻ കടയിൽ എന്താ കിട്ടണമെന്നൊരു ചെറിയ ഐഡിയ ഒക്കെ വരുമല്ലോ. ഏഷ്യൻ കടയിൽ പലതും കിട്ടും, എല്ലാം ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ദുബായിൽ പോയപ്പോൾ കുറേ പൊടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നൊന്നും ഞാൻ എൻ്റെ ദുബായ് ഹോളിൽ പറഞ്ഞിട്ടുണ്ടായില്ലോ. സോ അതുകൊണ്ട് പൊടി ഐറ്റംസും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. അല്ലാണ്ട് എന്തൊക്കെയാണ് കൊണ്ടുവന്നേക്കണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ആദ്യത്തെ കവറിൽ ബിസ്ക്കറ്റ് ഉണ്ട്. ഇത് നമ്മുടെ മോംസ് മാജിക് ബിസ്ക്കറ്റാണ്. ഇതിന് ഓഫർ ഉണ്ടായിരുന്നു. 5 പാക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ €1 അങ്ങനെയായിരുന്നു. അത് കാരണം ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ചായ ഇട്ട് കുടിച്ചപ്പം ഓർമ്മയെടുത്ത് കഴിച്ചു. ബാക്കി 4 പാക്കറ്റ് ഉണ്ട്. പിന്നെ ഏത്തപ്പഴം ഇതിവിടെ കിട്ടൂല, ഏഷ്യൻ കടയിൽ മാത്രമേ കിട്ടുള്ളൂ. നമ്മുടെ അല്ലാത്ത കടയിലൊക്കെ പുറമേ നിന്നുള്ള പഴങ്ങളെ കിട്ടുള്ളൂ. ഈ ചിക്കൂട്ട പോലത്തെ ഒക്കെ പഴങ്ങൾ, ഏത്തപ്പഴം കിട്ടൂല. അപ്പം കണ്ടപ്പോൾ എടുത്തു. ഒരെണ്ണം കുറച്ച് പച്ചയാന്ന് തോന്നും, ഇത് കുറച്ച് വലുതാണ്. അപ്പോൾ കറി വയ്ക്കുകയോ അല്ലെങ്കിൽ നെയ്യിലിട്ടിട്ട് വഴറ്റി കഴിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ ഒരു ഗ്രാം ഫ്ലവർ ഉണ്ട്. നമ്മുടെ എന്താ പറയണേ, മലയാളത്തിൽ എന്താ പറയണേ, നമ്മുടെ ചിപ്പി ഫ്ലവർ. ഇത് നമ്മുടെ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്, ബജ്ജിയൊക്കെ ഉണ്ടാക്കാനായിട്ടും വട ഉണ്ടാക്കാനായിട്ടൊക്കെ എടുക്കാം. അതുണ്ട്. ഫ്രോസൺ പൊറോട്ടയുണ്ട്. അത് എപ്പോൾ പോയാലും അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട് ഫ്രോസൺ പൊറോട്ട. പിന്നെ ചെറിയുള്ളി ഉണ്ട്. ചെറിയുള്ളി നമ്മുടെ അല്ലാത്ത കടകളിലൊന്നും കിട്ടാറില്ല. ഷാലറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും, പക്ഷെ അത് വലിയ ടൈപ്പ് ഷാലറ്റാണ്. ഈ ആക്ച്വൽ ചെറിയുള്ളി കാണാറില്ല. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്കയുണ്ട്. വെണ്ടയ്ക്കയും അല്ലാത്ത കടകളിലൊന്നും കിട്ടൂല, ഏഷ്യൻ കടയിൽ മാത്രമേ കിട്ടുള്ളൂ. സോ വെണ്ടയ്ക്കയുണ്ട്. പിന്നെ നമ്മുടെ ക്രിസ്മസിന് ബിരിയാണി വയ്ക്കാനായിട്ടുള്ള എക്സ്ട്രാ ലോങ് ബസ്മതി റൈസ് ഉണ്ട്. ഞാൻ ആക്ച്വലി ജീരാശാല നോക്കിയാണ് പോയത്. അപ്പോൾ ജീരാശാല 5 കിലോയുടെ പാക്കറ്റ് കൊടുക്കും. അപ്പോൾ 5 കിലോ എടുത്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് യൂസൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വേറെ എക്സ്ട്രാ ലോങ് എടുത്തുകൊണ്ട് പോകുന്നു. ഇത് പീനട്ട്സാണ്. പീനട്ട്സും അല്ലാത്ത കടകളിലൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ കണ്ടിട്ടില്ല. ഇത് നമ്മുടെ കപ്പലണ്ടി മുട്ടായി, അതാണ് ചെറുതായിട്ടുണ്ട്. ഇതെല്ലാം ഫ്രോസൺ ഐറ്റംസ് ആട്ടോ. ഇത് നമ്മുടെ ലോങ് ബീൻസ്, നമ്മുടെ പയർ, അത് അല്ലാത്ത കടയിലൊന്നും കിട്ടില്ല. സാധാ ഗ്രീൻ ബീൻസേ കിട്ടുള്ളൂ, ഏഷ്യൻ കടയിൽ മാത്രമാണ് ലോങ് ബീൻസ് കിട്ടുള്ളൂ. ഇത് ഫ്രോസൺ ആണ് കേട്ടോ. പിന്നെ നമ്മുടെ ഗ്രേറ്റഡ് കോക്കനട്ട് ഫ്രോസൺ ഒരു 3 പാക്കറ്റ് ഉണ്ട്. എല്ലാം കൂടെ പുറത്തേക്ക് എടുക്കണില്ല. ഇത് 2 പാക്കറ്റ് ഉണ്ട്. ഇത്രയാണ് ഇനി ഈ കവറിലുള്ള. അപ്പോൾ മാറ്റി വയ്ക്കാം. ഇതിൽ റവയുണ്ട്, റവ. പിന്നെ കപ്പ, ഫ്രോസൺ കപ്പയുണ്ട്. കപ്പയും ഈ പറഞ്ഞ പോലെ ഏഷ്യൻ കടകളിൽ മാത്രമേ കിട്ടുള്ളൂ. ഫ്രഷ് കപ്പ ചിലപ്പോൾ ഒക്കെ കാണാറുണ്ട്, ഫ്രോസൺ എപ്പോഴും ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഓണത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴും പോയപ്പോൾ ഫ്രഷ് കപ്പ കണ്ടായിരുന്നു. പിന്നെ ചീരത്തോരൻ, ചീരയും ഇവിടെ സ്പിനച്ച് മാത്രമേ കാണാറുള്ളൂ, നമ്മുടെ നാട്ടിലെ ചീരയൊന്നും കാണാറില്ല. അപ്പോൾ ഒരു ചീരത്തോരൻ എടുത്തിട്ടുണ്ട്, ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത്.
പിന്നെ മാഗി. ഇവിടെ നൂഡിൽസൊക്കെ കിട്ടും, കൊറിയൻ നൂഡിൽസ് അതും ഇതൊക്കെ കിട്ടും. പക്ഷെ നമ്മുടെ നാട്ടിലെ മാഗിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയല്ല. അപ്പോൾ മാഗി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരാൾക്ക് ഇഡ്ഡലി കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. സോ ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ മാവ് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ദോശ ഉണ്ടാക്കാറുള്ളൂ. ഇഡ്ഡലിയുടെ തട്ടില്ല നമ്മുടെ കയ്യിൽ, ഇഡ്ഡലിയുടെ തട്ടില്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. ഇഡ്ഡലിയുടെ തട്ട് വാങ്ങിക്കണം ഇനി, അതുപോലെ ഉണ്ടാക്കാമല്ലോ. നമ്മുടെ കടല, പിന്നെ ഇത് ഗോൾ ഗപ്പയുടെ സാധനം, ഈ വറക്കണ സാധനം. ഇത് നാട്ടിലിപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പണ്ട് ഞാനിതുപോലെ ഗോൾ ഗപ്പ കഴിക്കാൻ ആഗ്രഹമുള്ളപ്പോൾ ഞാൻ തന്നെ മാവൊക്കെ ഉണ്ടാക്കി വറുത്ത് ഒക്കെ കഴിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഗോൾ ഗപ്പയുടെ ആ സാധനങ്ങൾ എന്തായിരുന്നു പറയുന്നത്, ചിപ്സോ, തിൻ ക്രിസ്പി വീറ്റ് സ്ഫിയേഴ്സ് വിത്ത് സ്പൈസി ഡിപ്പിങ്, എന്തായാലും പെലറ്റ്സ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെയും കണ്ടപ്പോൾ എടുത്തു. ഇനി പെലറ്റ്സ് ഇതിൻ്റെ അകത്ത് മസാല ഉണ്ടെന്ന് പറയണേ, നമ്മുടെ വെള്ളത്തിൽ കലക്കാനുള്ളത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഒരു മിനി ഏഷ്യൻ ഷോപ്പ് ഹോൾ. ഇനി നമ്മുടെ ക്രിസ്മസിൻ്റെ ഷോപ്പിംഗ് ഒന്നും ആയിട്ടില്ല. ഇതിപ്പോൾ ഇവിടുന്ന് അരി മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ടെസ്കോയിലും പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ളൊരു ഫിഷ് ഷോപ്പിലും പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മൾ ഫിഷും അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട്. നല്ല മഴയായിരുന്നു അന്ന് രാവിലെ. അപ്പോൾ ഫോണൊക്കെ പുറത്തെടുത്ത് ഷൂട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. സംസാരിച്ച് വല്ല ഒന്നും കേൾക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഒന്നും സംസാരിക്കാതെ മിണ്ടാതെ പോയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് കട, ഗാനറ്റ് ഫിഷ് മോങ്കേഴ്സ്. അവരുടെ തന്നെ ഓൺലൈൻ സൈറ്റ് ഉണ്ട്, അതാണ് eatmorefish.ie. അപ്പോൾ ഇത് ഗോൾവേയിൽ ബാലിബാൻ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ഗാനറ്റ് ഫിഷ് മോങ്കേഴ്സ് എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഫിഷിൻ്റെ ഒത്തിരി പ്രോഡക്റ്റ്സ് ഉണ്ട്. ലൈക്ക് ഓയിലിൽ പ്രിസർവ് ചെയ്ത ഫിഷസ്, ഫ്രോസൺ ഫിഷ്, അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള അവരുടെ ആ ആഴ്ചത്തെ ക്യാച്ച് എല്ലാം ഉണ്ടാവും. അപ്പോൾ എനിക്ക് പ്രോൺസ് വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രോസൺ പ്രോൺസ് നോക്കി. ഫ്രഷും ഉണ്ടായി, ബട്ട് ഫ്രോസൺ ആണെങ്കിൽ ഇതുപോലെ അവർ എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഫ്രോസൺ എന്ന് പറയുമ്പോൾ ഒത്തിരി കാലങ്ങളായിട്ട് ഫ്രോസണായിട്ട് ഇരിക്കണതല്ല, അവർ ഫ്രഷായിട്ട് കൊണ്ടുവന്നിട്ട് ഫ്രോസണാക്കി വെക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലും കുറച്ചുകൂടെ ഫ്രഷ് ആയിരിക്കും. അതുപോലെ ഇതാണ് അവരുടെ ഫ്രഷ് ഫിഷ് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതിൻ്റെ വില വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇത് കണ്ടോ, പ്രോൺസ് ഉണ്ട് ഫ്രഷ് ആയിട്ടുള്ളത്. ഞാൻ പക്ഷേ മറ്റേതാണ് എടുത്തത്. അതുപോലെ ഈ ആഴ്ച അവർക്ക് ബാക്കിയുള്ളതാണ് ഇതൊക്കെ. കുറേ ഉണ്ടായി. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല ചിലവും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ ഇന്ന് പോയപ്പോഴത്തേക്ക് ഇതിന് തീരാറായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതാണത്. അപ്പോൾ ഞാൻ കുറച്ച് മത്തിയും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നേരെ ഞങ്ങൾ ടെസ്കോയിൽ വന്നു. ടെസ്കോന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് 1.5 കിലോയുടെ ചിക്കനാണ്, ഫുൾ ചിക്കൻ. പിന്നെ വേറെന്താ, കുറച്ച് ഇലവർഗ്ഗങ്ങളും കാര്യങ്ങളും. ഇപ്പോൾ ഈ മിൻറ്റ്, കൊറിയാണ്ടർ, അങ്ങനത്തെ സാധനങ്ങൾ. കൊറിയാണ്ടർ ഓൾറെഡി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, സോ മിൻറ്റ് എടുത്തു. തൈര്, അതുപോലെ ഇത് ബ്രെഡ് ക്രംസ്. ഞാനൊരു കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിനുള്ള ബ്രെഡ് ക്രംസ് എടുത്തു. പച്ചമുളക്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സെൽഫ് ചെക്കൗട്ടാണ് ഈ കാണുന്നത്. നമ്മൾ സ്വന്തമായിട്ട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് സ്കാൻ ചെയ്തിട്ട് അപ്പുറത്ത് വയ്ക്കുക. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ ടോട്ടൽ നമ്മളെ കാണിക്കുക എത്രയുണ്ട്, ഏതുണ്ട് എന്നൊക്കെ. അപ്പോൾ ടെസ്കോ ആയതുകൊണ്ട് തന്നെ ടെസ്കോയുടെ ക്ലബ് കാർഡ് ഉണ്ട്. ക്ലബ് കാർഡുള്ളവർക്ക് കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതെ, നമ്മുടെ ടോട്ടൽ എത്രയായി എന്നുള്ളത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ക്ലബ് കാർഡ് സ്കാൻ ചെയ്തു. ഇനി നമുക്ക് ഇപ്പുറം വെച്ചേക്കുന്ന ATM സാധനത്തിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസയും കൊടുക്കാം. അപ്പോൾ അതേ, ഫ്ലാഷ് ബാക്ക് ഒക്കെ കഴിഞ്ഞു. നമ്മൾ പ്രസൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ ടെസ്കോയിൽ പോയി ലാസ്റ്റ് വേണ്ട അത്യാവശ്യം സാധനങ്ങളും കൂടെ കൊണ്ടുവന്നു. വൈകുന്നേരം ആയിട്ടുണ്ട്. ക്ലീനിങ് ഒക്കെ ഉണ്ടായതുകൊണ്ട് വൈകുന്നേരമായി കുക്കിങ്ങിന് ഇറങ്ങിയപ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ ആ കുക്കറിൽ കണ്ടത് ഞാൻ 1-2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങാനിട്ടേക്കുന്നതാണ് കട്ട്ലറ്റിന് വേണ്ടിയിട്ട്. പിന്നെ അതേ നമ്മുടെ ചായയും പഴംപൊരിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇനി ഒരു ബ്രൗണി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. നാളത്തെ സ്വീറ്റായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്രൗണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെസിപ്പി ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു 1/2 കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിൽ. അതുപോലെ ഒരു കപ്പിൽ കുറച്ചിട്ടുണ്ട് ഞാൻ, മധുരം കുറച്ച് മതി എന്നുള്ളതുകൊണ്ട്. പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതും രണ്ടും കൂടെ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് യോജിപ്പിക്കുകയാണ്. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുള്ളതാണ്. നിങ്ങളെന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ അവിടെ കാണാം. കൂടെ 2 മുട്ടയും കൂടെ പൊട്ടിച്ചിടുന്നുണ്ട്. എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് യോജിപ്പിക്കുന്നുണ്ട്.
ബീറ്റ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. വാനില എസൻസ് 1 ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് കോഫി മിക്സ് വേണം. ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഒരു ബ്രൗണി ആയതുകൊണ്ട് തന്നെ കോഫി ഉണ്ടെങ്കിലാണ് ആ കറക്റ്റ് ഫ്ലേവർ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ മിക്സ് ചെയ്തിട്ടുള്ളതാണത്. അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തു. അതിലേക്ക് ഡ്രൈ മിക്സ്ചർ എല്ലാം കൂടെ ആഡ് ചെയ്യുകയാണ്. ഇത് 1/2 കപ്പ് പ്ലെയിൻ ഫ്ലവർ, 5.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടെയാണ് ഇട്ടിട്ട് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രൗണിയുടെ മിക്സ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഒരു ബട്ടർ ആൻഡ് ഫ്ലവർ ലൈൻ ചെയ്ത ഒരു പാനിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു 180 ഡിഗ്രി സെൽഷ്യസിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഈ ഒരു ബ്രൗണിയുടെ പാന് അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ്സ് നമ്മൾ കുക്ക് ചെയ്യണം. സെയിം 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെയാണ് ഞാൻ ഇട്ടിരുന്നത്. എന്നിട്ടൊരു 15 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. ഇൻ കേസ് നിങ്ങളുടെ അവനിന് പവർ കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് എടുത്തിട്ട് നോക്കിയിട്ട് അതിൻ്റെ പരിവ് എങ്ങനെയാണെന്നനുസരിച്ച് ഒരു 5 മിനിറ്റും കൂടെ കൂടുതൽ വയ്ക്കുക. അപ്പോൾ അതെ, ഞാൻ നാളേക്കുള്ള അപ്പത്തിനുള്ള മാവും കൂടെ അരച്ചിട്ടുണ്ട്. ഞാൻ നാളെ വെള്ളയപ്പമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവ് അരച്ചിട്ടുണ്ട്. ഇതിവിടെ തണുപ്പായതുകൊണ്ട് ഇത് പൊങ്ങണമെങ്കിൽ നമ്മൾ ഓവനിൽ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രൗണി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അത് പുറത്തെടുത്തിട്ടുണ്ട്. ഈ ബ്രൗണി റെഡിയായതിന് ശേഷം ഓവൻ ഒന്ന് കൂൾ ഡൗൺ ആയിട്ട് വേണം അതിനകത്തേക്ക് നമുക്ക് മാവ് വെക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പാത്രം കഴുകാൻ പോയതാണ്. ഇതാണല്ലോ മെയിൻ പണി, ബുദ്ധിമുട്ടുള്ള പണി. ഓക്കെ, അപ്പോൾ നമ്മുടെ അവൻ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രാവിലെ ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് പൊങ്ങി വരും ഇങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ ഒരു ചിക്കൻ സ്റ്റൂ വെക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പച്ചക്കറി അരിയാണ്. ഇതെന്തിനാണ് തലേന്ന് ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ എനിക്ക് ഇച്ചിരി പണി കുറഞ്ഞിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ ഒത്തിരി വെളുപ്പിൽ എണീക്കേണ്ടി വരും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാവുമ്പോൾ രാവിലെ വന്നിട്ട് നേരെ എടുത്ത് കറി വെച്ചാൽ മതി, ബുദ്ധിമുട്ട് ഇച്ചിരി കുറഞ്ഞിരിക്കുന്നുള്ളതുകൊണ്ടാണ്. ഉരുളക്കിഴങ്ങ് കരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കളർ മാറുമെന്ന് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ ഐ ഡോണ്ട് കെയർ. എനിക്കിതാണ് എളുപ്പം, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. അപ്പോൾ ഇത് എല്ലാം ഒരു ക്യൂബ് ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. സ്റ്റൂ ഒക്കെ ആകുമ്പോൾ ഒരു ക്യൂബ് ഷേപ്പിൽ കിടക്കുകയാണെങ്കിലൊരു ഭംഗി ഉണ്ടാവും. അതുകൊണ്ട് ആ ഒരു ഷേപ്പിലാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. ക്യാരറ്റും ഉരുളക്കിഴങ്ങും സവാളയും ഇത്രയും മുറിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഞാൻ വേറെ ഒന്നും ഇടുന്നില്ല കേട്ടോ. ഈ 3 ഐറ്റംസ് മാത്രമാണ് സ്റ്റൂവിൽ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കോളിഫ്ലവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാവുന്നതാണ്. ഞാൻ തൽക്കാലം എന്തായാലും ഒന്നും ഇടുന്നില്ല. അപ്പോൾ അത് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നാളെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, ഒരു 1/2 നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി ഉണ്ട് നല്ല കളർ വരാൻ വേണ്ടിയിട്ട്, 1 സ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഇനി ഇടുന്നത് എന്താണ്, നമ്മുടെ ഫെനൽ പൗഡർ അതിട്ടിട്ടുണ്ട് 1 സ്പൂൺ, പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട് 1 സ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുക, ആ ഒരു എന്താ പറയുക നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. ഇത്രയും കൊണ്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കണം എന്നില്ല, കാരണം ചിക്കനിൽ അത്യാവശ്യം ഒരു വെള്ളമായി ഉണ്ടാവും, അപ്പോൾ അത് വരും. അപ്പോൾ അതുകൊണ്ട് ഇതവിടെ വെക്കുക. അപ്പോൾ ചിക്കൻ ഞാൻ നേരത്തെ കാണിച്ചല്ലോ, 1.5 കിലോയുടെ ചിക്കനാണ് എടുത്തത്. ഇത് മൊത്തം ഞാൻ നാളെ യൂസ് ചെയ്യുന്നില്ല. ഒരു 1/2 കിലോ എടുത്ത് ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ട്, 1/2 കിലോ ഞാൻ സ്റ്റൂവിന് എടുക്കുന്നുണ്ട്, ബാക്കി ഒരു 1/2 കിലോ ഞാനെടുത്ത് മാറ്റി വയ്ക്കുകയാണ്, പിന്നീട് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഫ്രൈക്കുള്ള ഒരു എല്ലോട് കൂടിയ കുറച്ച് പീസുകളും കുറച്ച് ദശയുള്ള പീസുകളും മാറ്റിയെടുത്തിട്ട് അത് നമ്മൾ തയ്യാറാക്കിയ മിക്സിലിട്ടിട്ട് നല്ലോണം തിരുമ്മി പിടിപ്പിക്കുകയാണ്. ഇത് തലേന്ന് തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഇത് നമ്മുടെ ചിക്കനിലേക്കൊക്കെ നല്ലോണം പിടിച്ചിരിക്കും. നാളെ എടുത്ത് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും നല്ലോണം ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ തലേന്ന് ചെയ്ത് വയ്ക്കണതാണ് നല്ലത്. പിന്നെ എന്തായാലും പണിയും കുറഞ്ഞിരിക്കും, അതാണ് മെയിൻ കാര്യം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. അപ്പോൾ നേരത്തെ കാണിച്ച ബ്രൗണി ഞാനെടുത്ത് തണുക്കാൻ വെച്ചിരുന്നു, എടുത്തിട്ട് അത് ഞാൻ മുറിച്ച് പീസസ് ആക്കി ടിഫിൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെൽഫ് റൈസിങ് ഫ്ലവറാണ് എടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രൗണി കുറച്ച് കേക്കിൻ്റെ ടെക്സ്ചറിലേക്ക് പോയിട്ടുണ്ട്, കുറച്ചധികം സോഫ്റ്റ് ആയിട്ടുണ്ട്. ബ്രൗണി യൂഷ്വലി കുറച്ചുകൂടെ കട്ടി ഉണ്ടാവും, ബട്ട് സ്റ്റിൽ ഇതായാലും നല്ലതാണ്.
അപ്പോൾ എന്തായാലും അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതെ നമ്മുടെ പുഴുങ്ങിയ ഉരുളൻകിഴങ്ങ്, ഇത് നാളെ കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ ഉരുളൻകിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ട് അത് പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇന്ന് കട്ട്ലറ്റിൻ്റെ ബേസ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, ബട്ട് അതിനുള്ള ടൈമില്ല, സോ അത് ചെയ്യണില്ല. അപ്പോൾ ഇതും നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനിയുള്ളത് ലാസ്റ്റ് പണി നമ്മുടെ പ്രോൺസ് ഒന്ന് മാരിനേറ്റ് ചെയ്യലാണ്. അപ്പോൾ ഇന്നലെ ഞാൻ വാങ്ങിയത് കാണിച്ചിരുന്നുവല്ലോ, 1 kg പ്രോൺസ് എടുത്തിട്ടുണ്ടായിരുന്നു, ഫ്രോസൺ ആയിട്ടുള്ളത്. അത് ഞാൻ പുറത്തെടുത്ത് വെച്ചിരുന്നു ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ മാരിനേഷനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നാളെ ബിരിയാണി വെക്കാനുള്ള പ്രോൺസ് ആണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ റെസിപ്പി ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, പ്രോൺസ് ബിരിയാണിയുടെ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അതിലിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെയും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അതിലുള്ള പറഞ്ഞിട്ടുള്ള മാരിനേഷൻ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ പ്രോൺസ് നല്ലോണം മാരിനേറ്റ് ചെയ്യുകയാണ്. ഇതും ഈ പറഞ്ഞ പോലെ നമ്മൾ തലേന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ പ്രോൺസിലേക്ക് നല്ല ഫ്ലേവറൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ രാവിലെ നമ്മളെടുത്ത് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് നല്ല ആ ഫ്ലേവറൊക്കെ ഇതിലേക്ക് പിടിച്ച് കിട്ടും. രാവിലെ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് അപ്പം തന്നെ എടുത്ത് ഫ്രൈ ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റ് ഫ്ലേവർ വന്നോളണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അര നാരങ്ങയും കൂടി ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഫ്ലേവർ വരും. ഞാൻ ചെയ്തില്ല അത്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രെപ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേ ഫ്രിഡ്ജിലെല്ലാം വെച്ചിട്ടുണ്ട്. മുകളിലിരിക്കുന്നത് ഞാൻ മാറ്റി വെച്ച ചിക്കൻ, മാരിനേറ്റ് ചെയ്ത ചിക്കൻ, ഇത് സ്റ്റൂവിൻ്റെ സാധനങ്ങൾ, എൻ്റെ ബ്രെഡ് ക്രംസ് ഉണ്ട്, അതുപോലെ നമ്മുടെ ബ്രൗണി ഉണ്ട്, പുഴുങ്ങിയ പൊട്ടാറ്റോ എല്ലാം ഉണ്ട്. ഇത് പിന്നെ മുന്നേ വെച്ചിരുന്ന കറികളും കാര്യങ്ങളൊക്കെ. ഇത് നമ്മുടെ പ്രോൺസ് മാരിനേറ്റ് ചെയ്തത്. അങ്ങനെ എല്ലാം സെറ്റപ്പാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നാളെ കാണാം. അപ്പോൾ എന്തായാലും ഈ രാത്രി ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങൾ ഹോം അലോണൊക്കെ കണ്ട് ഞാൻ കുറച്ച് മാഗിയാണെന്ന് ഡിന്നറായിട്ട് കഴിക്കുന്നത്. അതൊക്കെ കഴിച്ച് കോസി ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ഈവാണ് ഞങ്ങളുടെ. എല്ലാവരുടെയും ക്രിസ്മസ് ഈവൊക്കെ അടിച്ച് പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. നാളെ ക്രിസ്മസ് ആണ്. അപ്പോൾ നാളെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. മറ്റന്നാൾ ക്രിസ്മസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരിക, ഷെയർ ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ, ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും അടിച്ചു പൊളിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.